അതാ ഇവിടെ അവിടെ തന്നെ അവിടെ തന്നെ ആന സ്ഥിരം വഴിയിലേ നടക്കുള്ളൂ. അവിടെ മതിൽ കെട്ടിയാലും അത് പൊളിച്ചിട്ട് പോകുന്നത് ആന. കടുവ ഞാൻ ഒറ്റയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ നേരെ കണ്ടിട്ടുണ്ട്, ലെപ്പേർഡ് പിടിക്കുന്നത്, ടൈഗർ പിടിക്കുന്നതൊക്കെ കണ്ടു, ഇത്ര അടുത്തിങ്ങനെ. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക കാടായ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഒരു ട്രെക്കിംഗ്, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇവിടെ നമുക്ക് 3 ടൈപ്പ് ട്രെക്കിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എലിഫൻറ്റ് സോങ് ആണ്, രണ്ടാമത്തേത് ബെയർ പാത്ത് ട്രെക്കിംഗ്, മൂന്നാമത്തേത് പഗ്മാർക് ട്രെയിൽ. ഇതിൽ ബെയർ പാത്ത് ട്രെക്കിംഗ് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതാൻ മറക്കണ്ട. കാരണം അടിവാരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കയറിയാൽ പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് വളരെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ഈ ട്രെക്കിംഗ് ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറമ്പിക്കുളം ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി. അതല്ലാണ്ട് ഡയറക്റ്റ് വന്നാലും നമുക്ക് ഇവിടുന്ന് ട്രെക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാം. പക്ഷേ അത് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ട്രെക്കിങ്ങിന് ഇന്ന് നമ്മുടെ കൂടെ 2 ഗൈഡുമാരും ഉണ്ട്. പിന്നെ പേര് പോലെ തന്നെ ഏറ്റവും കൂടുതൽ കരടിയെ കാണാൻ ചാൻസ് ഉള്ളൊരു പ്രോഗ്രാമാണ് ഈ ബെയർ പാത്ത് ട്രെക്കിംഗ്. മുന്നേ ഒരു ഫോറസ്റ്റ് ഗാർഡ് നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് ഉറുമ്പും കൂടാണെന്നാണ്. പക്ഷേ ഇതൊരു അത് തേനുണ്ടാവില്ല, അത് ഈച്ചയാണ്. ഈച്ച അത് കുത്തിക്കഴിഞ്ഞാൽ പനി വരും. ഒരു ഈച്ച കുത്തിയാലും പനി വരും. അതിന് പേപ്പറിൻ്റെ ഇതുമാതിരി അത് മൊത്തം കവറിങ് പേപ്പറിൻ്റെ ഇലയല്ലേ, ഇലയിലാണ് കവർ ചെയ്തിരിക്കുക മൊത്തം. പേപ്പർ പറഞ്ഞാൽ ഇല ഇതാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ എന്താ പറയുക, അതായത് ഇല തന്നെ ഇലയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു അംശമാണ്, ഇലേൻ്റെ ഒരു അംശമാണ്. അത് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തിരിക്കുകയാണത്. സെൻറ്റിൻ്റെ മണമൊക്കെ കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും. 2-3 കുത്തിയാൽ മതി, നമുക്ക് പനി വരും. അതായത് ഇന്ന് കടിച്ച അതേ നാളത്തെ അതേ ഇന്ന് കടിച്ച സമയത്തല്ല, അതേ നാളെ അതേ സമയത്തേ നമ്മളെ മാറുള്ളൂ. അത് ഇത് കുത്തിക്കഴിഞ്ഞാൽ വേദന അങ്ങനെയുണ്ടോ അതിൻ്റെ ഇത്. ഏറ്റവും ഡേഞ്ചർ വന്ന കരടിയാണ് ഈ കാട്ടിൽ. പറമ്പിക്കുളമല്ല, എല്ലാ കാട്ടിലും ഡേഞ്ചർ കരടിയാണ്. പിന്നെ ആന സ്മെല്ല് വെച്ച് കണ്ടുപിടിക്കുക. ആനേനെ ഒരു പച്ച സ്മെല്ലുണ്ടാവും ആനയ്ക്ക്. ഇലയല്ലേ, ഇല കശക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, അതുമാതിരി ഉണ്ടാവും. കണ്ടുപിടിക്കുക. പിന്നെ യൂറിങ്ങിൻ്റെ അത് വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പോയോ ഇല്ല കുറച്ച് മുന്നേ പോയോ കണ്ടുപിടിക്കാൻ പറ്റും. സെൻറ്റ് പറഞ്ഞാൽ ഓവർ ഡേഞ്ചറാണ്. അത് എല്ലാ മൃഗത്തിനും ഡേഞ്ചർ തന്നെയാണ് സെൻറ്റ്. ആനയാണെങ്കിലും അത് സെൻറ്റിൻ്റെ സ്മെല്ലും നമ്മുടെ സ്മെല്ലും അതിന് വേറെ തനിച്ചറിയും. അതായത് നമ്മൾ എവിടെ പോയി ഒളിഞ്ഞാലും ഈ സ്പ്രേ ഒക്കെ ഉള്ള അടിക്കണല്ലേ, അത് വെച്ച് ആന നമ്മളെ കണ്ടുപിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണമാണ്. പിന്നെ ഡ്രസ്സ് റെഡ് കളർ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാ ഈ മോഡൽ ഡ്രസ്സൊക്കെ ഓക്കെയാണ് കാട്ടിൽ പോകുമ്പോൾ. കരടി പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അട്രാക്ഷൻ അല്ലേ, നമ്മളതിനെ കണ്ടുമുട്ടുക, അത് നമ്മളെ കണ്ടുമുട്ടുക. അത് നമുക്ക് ഓടാനും പറ്റില്ല, അതിനും ഓടാൻ പറ്റില്ല. ആ സമയത്തായിരിക്കും അത് അറ്റാക്ക് ചെയ്യുക കൂടുതലായിട്ട്. പിന്നെ തേൻ സീസണിൽ ഭയങ്കര അറ്റാക്കാണ്. അതായത് തേന് തിന്നാൻ പോകുമ്പോൾ തേനെടുക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥമായി പോയി മുട്ടുകയാണ്. നമ്മൾ ഒന്നും അറിയാണ്ട് പോയി മുട്ടുകയാണ്. അപ്പോഴാണ് അത് അറ്റാക്ക് ചെയ്യണത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് വരും അത്. ഡേഞ്ചർ പറഞ്ഞാൽ ഡേഞ്ചറാണ്. മാർച്ച് ഏപ്രിൽ തേൻ സീസൺ, ഒരു മഴ വരണം, അതായത് തേൻ സീസൺ ആവും. കരടിന് പറഞ്ഞാൽ 6 അറ്റാക്ക് ഉണ്ടായിരുന്നു. 6 പേരിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഗാർഡല്ല, വാച്ചേഴ്സിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കത്തി ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ എല്ലാവരും പോകുന്ന സമയത്ത് എല്ലാവരും നിലവിളിക്കും, അത് കൂകണം, അപ്പോൾ അത് വിട്ടുമാറുള്ളൂ, അല്ലെങ്കിൽ വിട്ടുമാറില്ല.
ഒറ്റയ്ക്ക് പോയാൽ ഡേഞ്ചർ ഇത് അറ്റാക്ക് ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. ഡിഫറൻറ്റ് പാലിക്കണം അത് നമുക്ക്. ഒരു 100 മീറ്റർ ആണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതിന് അനങ്ങാണ്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അത് പോവുള്ളൂ, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും അത്. ഇന്ത്യൻ ഗോർ. നിങ്ങൾ ഇവിടെ തന്നെ ഇട്ട് പോവോ? കടുവ പിടിച്ചാൽ അവിടെ തന്നെ, അത് ഒന്നും ചെയ്യില്ല, അവിടെ തന്നെ ഇട്ടിട്ട് പോവുള്ളൂ ഞാൻ. കുഴിച്ചിട്ടൊന്നുമില്ലല്ലേ? ഇല്ല ന്യൂസിലൊന്നുമില്ല. ഇത് സ്ഥിരം വഴിയാണ് ആനയുടെ. ആന വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോവും. ഇങ്ങനെയൊക്കെ പോവും, എവിടേക്കാണെങ്കിൽ പോവും. കരടി ഉണ്ടാവുന്ന ഇതുണ്ടോ? ഇതൊക്കെ വിത്തുകളാണ്, മൊത്തം വിത്തുകളാണ്. ട്രെക്കിങ്ങിൽ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ഈ ഇരിക്കുന്ന നീൽഗിരി ലങ്കൂറാണ്. നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന ഹനുമാൻ കുരങ്ങിനേക്കാൾ കൂടുതൽ ഈ ഇരിക്കുന്ന നീൽഗിരി ലങ്കൂറാണ് പുലികൾക്ക് ഇരയാവാറുള്ളത് എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. പിടിക്കുന്ന കാരണം പറഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ താഴെ ആയിരിക്കുക. താഴെ പറഞ്ഞാൽ മേലെയൊന്നും കയറില്ല, അത്രയൊന്നും കയറില്ല. താഴെ അത് ഫുഡുകളൊക്കെ താഴ്ന്നേ കിട്ടുള്ളൂ. ചെടികളൊക്കെ ഈ പഴങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് താഴ്ന്ന ചെറിയ ചെറിയ പഴങ്ങൾ അത് കഴിക്കാൻ വരുമ്പോൾ ലെപ്പേർഡ് അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് ഓടില്ല, അത് പെട്ടെന്ന് ഓടാൻ പറ്റില്ല, ടൈം എടുക്കും. പെട്ടെന്ന് അത് കയറും, ഇവന്മാർ കയറില്ല. കയറ്റത്തുനിന്ന് ഇറക്കത്തേക്ക് വരുമ്പോൾ ക്രോസ് ആയി പോകണം. മനസ്സിലായോ? അത് നമ്മൾ പെട്ടെന്ന് വരില്ല. അതിങ്ങനെ കാല് രണ്ടും ഇങ്ങനെ വെച്ചെന്ന് വെച്ചോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. നമ്മളിങ്ങനെ ക്രോസ് ആയി പോകണം. അത് പെട്ടെന്ന് പോകുന്നത് നേരെ തന്നെ പോയി വിടും. അതാണ് അങ്ങനെയാണ്. അത് പെട്ടെന്ന് അത് കയറിയും വരില്ല ആന, പെട്ടെന്ന് കയറില്ല. അപ്പോൾ നമ്മൾ മരമില്ലേ, മരത്തിനൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകണം. മനസ്സിലായോ? അപ്പോൾ അത് പെട്ടെന്ന് വരില്ല, പെട്ടെന്ന് ഇങ്ങനെ ഇതാവില്ല. കരടി പറഞ്ഞാൽ എന്ത് ചെയ്യും, മരം തന്നെയാണ് ശരണം. ചെറിയ മരമില്ലേ, ചെറിയ മരത്തിൽ കയറിയാൽ മതി. അതായത് കരടി ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മളൊരു 5 പേര് 6 പേരുണ്ടെങ്കിലും നമ്മൾ നിലവിളിക്കണം. അത് ഒച്ചയിടണം. ഒച്ചയിട്ട് കഴിഞ്ഞാൽ അത് പിന്മാറിപ്പോവും, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. പണ്ടത്തെ കഥ പറഞ്ഞ പോലെ കിടന്നത് അത് ശരിക്കും ഉണ്ട്. അങ്ങനെയാണ്. അത് ചില സമയത്ത് നിൽക്കാണ്ടി വരും, ചില സമയത്ത് കിടക്കാണ്ടി വരും. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കിടക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കുക, അതേ നമ്മുടെ മാർഗമുള്ളൂ. ഓടാനും പറ്റില്ല, അത് സ്പീഡുണ്ട്. ഓടിക്കഴിഞ്ഞാൽ വന്ന് അറ്റാക്ക് ചെയ്യും. അത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ടില്ല, നമ്മൾ യഥാർത്ഥമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഗസ്റ്റിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ട്രെക്കിങ് പോവാണ്. ഇത് തന്നെയാണ് നമ്മുടെ ബെയർ പാത്ത് ട്രെക്കിംഗ് ആയിരുന്നു. ഒരു 2-4 പേര്, ഒരു ഫാമിലിയാണ്, ചെറിയ കുട്ടിയുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50 മീറ്ററിൽ കരടി കണ്ടു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാഗ്യം കൊണ്ട് എന്തോ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് എന്ത് പറഞ്ഞാൽ കിഴങ്ങുകളല്ലേ, കാട്ടത്തെ കിഴങ്ങ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ നമ്മളത് പെട്ടെന്ന് കണ്ടിട്ടില്ല, നമ്മളെ കണ്ടില്ല. പിന്നെ നമ്മളൊരു മരത്തിൽ ജസ്റ്റായി മാറി നിൽക്കാൻ പറഞ്ഞു. അതാണ് അവിടെ സംഭവം നടന്നത്. അപ്പോൾ അത് കാണാണ്ട് അത് കഴിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി.
അവരെ നിൽക്കി പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി. അപ്പോൾ അത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ പോയത്, അതായത് നമ്മളിങ്ങോട്ട് എൻ്റെ അടുത്ത് നേരേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയോ, അപ്പോഴേ അത് പിന്മാറുള്ളൂ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോയി. അത് പോയെന്ന് നോക്കണ്ടേ, ഗസ്റ്റാണ് എൻ്റെ കൂടെ. അപ്പോൾ ഒരു 10 മീറ്റർ ഡിഫറൻറ്റിലൊരു 10 മീറ്റർ ആ ഡിഫറൻറ്റിൽ അത് കണ്ടു തന്നെ. കണ്ടതും അത് വന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ വിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അവർ ഞാനും ഒച്ചയിട്ട് അവർ ഒച്ചയിട്ട്, ഞാൻ ഒച്ചയിട്ടപ്പോൾ അവർ ഒച്ചയിട്ട്, അപ്പോൾ അത് പിന്മാറിപ്പോയി. ഇതാണ് ഇപ്പോൾ കാട്ടിലെ അതാണ് പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ്. അതും ഡേഞ്ചറാണ്. അതായത് പറഞ്ഞാൽ കാട്ടുപോത്ത് പറഞ്ഞാൽ അത് മീറ്റിംഗ് സമയത്തേ അത് രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ്, ഒരാളുടെ കുടുംബമാണ് വെച്ചോ, ഇവൻ എതിർത്ത് കിടക്കും. അവൻ അറ്റാക്ക് ചെയ്താൽ ഇവന് കടക്കാൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മളെ കാണുമ്പോൾ അല്ലേ? അതിൻ്റെ പ്രത്യേകത അതാണ്. അതിൽ ആരാണ് ക്യാമനെന്ന് നോക്കും അവർ രണ്ടുപേരിലും. ഇല്ലാണ്ട് ചെയ്യില്ല. ആന സ്ഥിരം വഴിയിലേ നടക്കുള്ളൂ. അവിടെ മതിൽ കെട്ടിയാലും അത് പൊളിച്ചിട്ട് പോകുന്നത് ആന. അത് ആനനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്ഥിരം, അത് പറഞ്ഞാൽ കുട്ടി ഇപ്പോൾ അമ്മയാണ് വെച്ചോ, അമ്മ വന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ഇത് നമ്മുടെ സ്ഥിരം വഴിയാണ്, ഇതിലാണ് പോകേണ്ടത്. അത് വെച്ചിട്ട് വേറെ വഴി അത് മാറിയൊന്നും നടക്കില്ല. അത് കാട് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നാണ്, അവരുടെ കാടാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മതിൽ കെട്ടിയാലും പൊളിക്കും, എന്ത് വെച്ചാലും വേലി ഇട്ടാലും പൊളിക്കും. അത് വഴി തന്നെ പോവുള്ളൂ. അത് കാലമായിട്ട് അവർ ആ വഴിയാണ് നടക്കുക. അതിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ കാട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വഴി തെറ്റി പറഞ്ഞാൽ വെള്ളമില്ലേ, ഇപ്പോൾ വെള്ളം കണ്ടല്ലോ, നമ്മൾ വരുമ്പോൾ വെള്ളം കണ്ടു, ആ വെള്ളത്തിൻ്റെ ഇതിൽ കൂടി തന്നെ പോയാൽ മതി. എവിടെയെങ്കിലും ഒരു ജംഗ്ഷൻ എത്തും, നമ്മൾ താമസിക്കുന്ന സ്ഥലമോ വേറെ ആരുടെയോ സ്ഥലങ്ങളോ എത്തും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ റോഡോ ആ ഭാഗത്തേക്ക് ടച്ചായിട്ട് കൂടി പോവുക വെള്ളം. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഒരു സ്ഥലം വന്നിട്ടുണ്ട്, ആ സ്ഥലം നമുക്ക് മനസ്സിലാവും. എവിടെ പോയാലും അതാണ് നമ്മുടെ ട്രെക്ക്, അതാണ് വെള്ളത്തിൻ്റെ ഇതിൽ തന്നെയാണ്. ഇപ്പോൾ എങ്ങോട്ടാണ് വെള്ളം പോണത്, അതിൽ കൂടി തന്നെ നടന്നാൽ മതി. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലം എത്തും, അവിടെ വീടുകളൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആനപ്പാടി എത്തും. ആ വെള്ളത്തിൽ കൂടി തന്നെ നടന്നു വെച്ചാണ് നമ്മൾ ആനപ്പാടി നമ്മുടെ സ്റ്റേജ് ഇൻഫർമേഷൻ സെൻറ്റർ എത്തും. അതേമാതിരിയാണ് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് കഴിയുകയാണെങ്കിലും നമ്മൾ അവിടെ എത്തുള്ളൂ. അങ്ങനെയാണ്. മലയിൽ നിന്ന് വെള്ളം വന്നാലും എന്തായാലും ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു ചെക്കടേമോ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ആൾക്കാർ കെട്ടി വെച്ചാണ് ചെക്കടേം. അപ്പോൾ അവർക്കൊരു നടത്തം ഉണ്ടാവല്ലോ. ചെക്കടേം കെട്ടുമ്പോൾ ഒരു വഴിയൊക്കെ ഉണ്ടാവും, അതിൽ കൂടി പോയാൽ മതി, നമ്മൾ ആ സ്ഥലം എത്തും. അങ്ങനെ വന്നാൽ മതി. റൈറ്റാ? മിസ്റ്റ് പോയിട്ടില്ല അതിൽ. കരടിയല്ലേ, ഇതിനെ കൂടുതലായി കഴിക്കുക. പഴം ഇത് കയറില്ല, മേലെ കയറില്ല, അത് അടിയിൽ നിന്നിട്ട് കുലുക്കും. അപ്പോൾ എല്ലാ പഴങ്ങളും താഴെ വീഴുമ്പോൾ ഒന്നൊന്നായി എടുത്തെടുത്ത് കഴിക്കും. ഇതിൻ്റെ പേര് ഞങ്ങൾ പറയണത് അതുകൊണ്ട് ചൂരിപ്പഴം പറയും. ചൂരിപ്പഴം ഞങ്ങളെ ലാംഗ്വേജിൽ അതാ പറയുക. നിങ്ങൾ വന്നിട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല. മുള്ളമ്പഴം. എല്ലാവിടേക്കും വരും കരടിക്ക് അങ്ങനെയൊന്നുമില്ല.
ഉം? പുതിയതാ എന്ത് പറഞ്ഞു എന്താന്ന് ആനയുടെയാണോ ആനേൻ്റെ തുടയിലില്ലേ എന്താണിത് ഏ? ആ എന്തെങ്കിലും ഇതായി പറയാൻ പറ്റില്ല എന്താ പിടിച്ചിട്ടുണ്ടാവും ഇത് പഴയതല്ലേ പഴയതാണ് പഴക്കമുണ്ട് പഴക്കമുണ്ട് ഇതായിട്ടുണ്ടാവും 30-35 ആയിട്ടുണ്ടാവും അത്രയും മുമ്പത്തെ ആ മുമ്പത്തെയാണ് തോന്നുന്നുണ്ടോ ഇത് ബാക്കി അറിയില്ല നമ്മൾ കാണാൻ പറ്റില്ലല്ലോ ഇപ്പം ഒന്നുമല്ലേ കണ്ടിട്ടുള്ളൂ പിടിച്ചു ആ ഉണ്ടെന്നാ ഞാൻ ഇന്നേ കാണുന്നത് ഇപ്പം കാണുന്നത് അത് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും ചിലപ്പോൾ കടുവേ ഉള്ളൂ വേറെ ഒന്നുമില്ല ലെപ്പേർഡ് കടുവ കണ്ണ് കുറച്ച് അടയും ഇങ്ങനെ ഇവിടെയല്ലേ കടിച്ച് ആ കുറച്ച് വീക്കം ഉണ്ടാവും നാളെ ഇതേ സമയത്ത് മാറും ടൈഗർ തന്നെയാണ് ആ ആ ആ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ട് അവിടെ ഇങ്ങനെ പോയിട്ടുണ്ട് ടൈഗർ തന്നെയാണ് അങ്ങനെ കയറിയിട്ടുണ്ടാവും അങ്ങനെ പോകണം നോക്കാം ഇതൊരു മൂന്ന് വയസ്സുണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ ആ കാൽപ്പാട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ കാൽപ്പാട് ഇത് ചെറുതാണ് ഉണ്ടോ അതിൻ്റെ നമ്മുടെ എങ്ങനെയാണ് താരയുടെ കയ്യിൻ്റെ നമ്മുടെ കയ്യിൻ്റെ അതേമാതിരി ഉണ്ടാവും പക്ഷേ അത് ചെറുതാണല്ലോ ഒരുപാട് ചെറുതാണ് 3 വയസ്സായിട്ടുണ്ടാവും 3-4 വയസ്സായിട്ടുണ്ടാവും ഇതാ ക്ലിയറില്ല അത്ര ഇദ്ദേഹത്തിന് വന്നോ ചാടാൻ പറ്റുമോ ഫ്രഷാണ് കാലത്ത് പോയത് ഈ ട്രക്കിങ്ങിൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ടൈഗറിനെയും ലെപ്പേർഡിനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ടുള്ളത്. മുന്നേ ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ടൈഗർ സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടൈഗറിൻ്റെ ലെപ്പേർഡിൻ്റെയൊക്കെ ഒരുപാട് പഗ് മാർക്സ് കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും ആനകളുടെ ഇതാണ് മൊത്തം അതിന് രോമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും നോക്കി അത്ര ഉണ്ടാവില്ല വൈൽഡ് ഡോഗിനുണ്ടാവും പഗ് മാർക്ക് ഇവിടെ ഉണ്ടാവും ലെപ്പേർഡിൻ്റെ കാഷ്ടമാണെങ്കിൽ കറുപ്പായിരിക്കും ടൈഗറിൻ്റെ ആണെങ്കിൽ ഇതാ ഈ കളർ ഉണ്ടാവും പാൻറ്റിൻ്റെ അതേ കളർ
കൂട്ടത്തോടെ വന്നാൽ പിടിക്കും. അത് ഇല്ല ഇല്ല, അതിന് വയ്യാണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ പല്ലൊക്കെ കൊഴിയില്ലേ, അപ്പോൾ അവിടെ കടുവയ്ക്ക് പല്ലൊക്കെ കൊഴി കഴിഞ്ഞാൽ വൈൽഡ് ഡോഗ് പിടിക്കും. ആ വയ്യാത്ത സമയത്ത് മാത്രം, അല്ലെങ്കിൽ പറ്റില്ല. അതായത് ഒറ്റയ്ക്ക് പെട്ട അറ്റാക്ക് ചെയ്യും. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഒരു കില്ല് കണ്ടു കഴിഞ്ഞാൽ കടുവ പിടിച്ചാണോ പുലി പിടിച്ചാണോ തിരിച്ചറിയാൻ പറ്റും? പറ്റും. അതായത് ടൈഗർ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ആദ്യം കുടിക്കും. ബ്ലഡ് കുടിച്ച് ഈ ഹാർട്ട്, ഈ സോഫ്റ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. അതായത് ലെപ്പേർഡ് പിടിച്ചെന്ന് വെച്ചോ, അതായത് അതായത് ഇറച്ചി ആദ്യം ബ്ലഡ് കുടിക്കും. ബ്ലഡ് കുടിച്ചിട്ട് ഈ അവനക്ക് പറ്റിയ സാധനമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും. ഈ ഇറച്ചിയൊക്കെ കഴിക്കാൻ തുടങ്ങും. ബാക്കി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ മേലെ കയറും. അതായത് ലെപ്പേർഡ് ഉണ്ടെങ്കിൽ, ലെപ്പേർഡല്ല, ഈ വൈൽഡ് ഡോഗ് ഉണ്ടെങ്കിലല്ലേ കുറച്ചൊക്കെ വെതറി വയ്ക്കും. കുടലുകളൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ട് ഇവൻ ബാക്കിയുള്ള സാധനമൊക്കെ മരത്തിൻ്റെ മേലെ കയറ്റും. അതാണ് അതിൻ്റെ പരിപാടി. ഈച്ച കുത്തി ഇങ്ങനെ ഉണ്ടാവും. പിടിച്ചിട്ടുണ്ട്. അത് കനിമര തേക്ക് എന്ന് പറയുന്ന സ്ഥലത്തില്ല. അത് 2 ടൈഗർ ചേർന്നിട്ടാണ് അത് ആക്രമിക്കുന്നത്. മനുഷ്യനെ അറ്റാക്ക് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കരടി. കടുവ ഞാൻ ഒറ്റയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ട്. ഇല്ല, നമ്മൾ അതിനെ നോക്കിയിട്ട് മിണ്ടാണ്ട് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കണം. ആ കണ്ണ്, നമ്മുടെ കണ്ണും അതിൻ്റെ കണ്ണ് നോക്കിയിട്ടേ ഇരിക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ നോക്കിയിട്ട് പിന്നെ പോകും, തിരിച്ചു പോകും. നമ്മ ഓടിയാൽ നമ്മളെ പിന്നെ ഇരയാ. കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. ലെപ്പോടൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, തലേൻ്റെ മുകളിൽ. ലെപ്പോടൊക്കെ വീട്ടിൻ്റെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് പട്ടിയുണ്ട്, പട്ടീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ആനയൊക്കെ വരും വീട്ടിൻ്റെ സൈഡിലൊക്കെ, രാത്രിയൊക്കെ ആനയൊക്കെ മുടുക്കി വിടും ഒക്കെ ഉണ്ട്. അതോ എല്ലാത്തിനെയും കഴിക്കും. ടൈഗർ വന്നിട്ട് ഇപ്പോൾ ബൈസണിനെ അടിച്ച പെട്ടെന്ന് കഴിക്കില്ല, ബ്ലഡ് മാത്രം വലിച്ചു കയറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ചീഞ്ഞ് അഴുകിയിട്ട് പുഴുവൊക്കെ വെക്കല്ലേ, ആ സമയത്ത് അത് കഴിക്കും. അപ്പോൾ അതൊന്ന് കഴിച്ചാൽ ഒരു 5-6 ദിവസത്തേക്ക് കഴിക്കണ്ട. ഇപ്പോൾ ഒരു ദിവസം കഴിച്ച് കഴിയില്ല, സ്ഥിരമായിട്ട് വന്നിട്ട് ഓരോരോ ദിവസം കഴിക്കും. ഞാനൊക്കെ നേരെ കണ്ടിട്ടുണ്ട്, ലെപ്പേർഡ് പിടിക്കുന്നത്, ടൈഗർ പിടിക്കുന്നതൊക്കെ കണ്ടു, ഇത്ര അടുത്തിങ്ങനെ. കരടി പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നെ. ഞാൻ ഓടി. അല്ല, ഇത്ര ദൂരെയാണ്, ഇത്ര ദൂരം ഉണ്ടാവും. അത് ബാക്കിൽ വന്ന് ഞാൻ ഫ്രണ്ടിൽ മുള്ളിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ്. മുളയിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും പിന്നെ ഏതെങ്കിലും മരം, ഇങ്ങനത്തെ ചെറിയ മരം ഉണ്ടെങ്കിൽ അതിൽ ടാർഗറ്റ് വെച്ചിട്ട് അതിൽ ഓടിപ്പോയി കയറണം, ഇല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. പിന്നെ കരടിയുടെ വങ്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ടുണ്ട് കരടി, ഇത്ര അടുത്ത് ഇങ്ങനെ പോയാൽ പിന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ 2 എണ്ണം ഉണ്ടാകും, 2 കരടി ഉണ്ടാകും. മാറ്റിങ് സമയത്ത് നോക്കിയാൽ നമ്മൾ ഒറ്റക്കൊക്കെ പോയി
പെട്ട തന്നെ. അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിച്ച് നമ്മളെ കണ്ണൊക്കെ മാന്തികളും. ഇവിടെ ഒരാളിനെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആൾ മരിച്ചിട്ടില്ല. ആ 2 കരടിയാണ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഒന്നിനെ ആൾ തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അത് വന്നിട്ട് ഈ മാർച്ച് ഏപ്രിൽ അങ്ങനെ ആ സമയത്താണ്. ടൈഗറിൻ്റെ അങ്ങനെ വരിക. എന്താ ഇവിടെ ഉണ്ട് ലൈറ്റായിട്ട് 4 പേരുണ്ടായി. ഞങ്ങളെല്ലാവരും ഒച്ചയിട്ട് അത് ഒച്ചയിട്ട് കണ്ടിട്ടുണ്ടോ? അതാ അവിടെ തന്നെ നിൽക്കാം. ഇത്ര ഡിഫറൻസ് നമ്മൾ സീനില്ലല്ലേ? കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ബെയർപാത്ത് ട്രെക്കിങ്ങിൽ നമുക്കും കരടിയെ കിട്ടി. പിന്നെ കരടി അതിൽ ക്രോസ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളെവിടെ നിർത്തിയിട്ട് ഗൈഡുമാർ ആദ്യം പോയി നോക്കുകയാണ്. കരടി അവിടുന്ന് മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പറമ്പിക്കുളത്തുനിന്ന് റിട്ടേൺ പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മുടെ ബെയർപാത്ത് ട്രെക്കിങ്ങിൽ ബെയറിനെയൊക്കെ കണ്ട സന്തോഷത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ട്രെക്കിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോവാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.